സ്വാഗതം. സംസ്ഥാനത്തെ 60 ലക്ഷത്തിൽ പരം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെയും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളുടെയും 2024 വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ആദ്യ ദിനങ്ങളിൽ തന്നെ 1 ലക്ഷത്തോളം പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത്. 2023 ഡിസംബർ 31 വരെ ക്ഷേമ പെൻഷൻ അംഗീകരിച്ച് കിട്ടിയ ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്. മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എന്താണ് മസ്റ്ററിംഗ്? ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും ജീവിച്ചിരിപ്പുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മസ്റ്ററിംഗ് നടത്തുന്നത്. ആരെല്ലാമാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്? സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങൾ മുഖേന നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിത പെൻഷൻ എന്നീ പെൻഷൻ വാങ്ങുന്നവരും കൂടാതെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും പെൻഷൻ മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. എങ്ങനെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്? മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ട് പോയി ആധാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിരലടയാളം വഴിയോ അല്ലെങ്കിൽ കണ്ണ് ഐറിസ് ഉപയോഗിച്ചോ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. മസ്റ്ററിംഗ് നടത്തുന്നതിന് അക്ഷയ കേന്ദ്രത്തിൽ ഫീസ് നൽകേണ്ടതുണ്ടോ? അക്ഷയ കേന്ദ്രത്തിൽ പെൻഷൻ വാങ്ങുന്നവർ പോയി മസ്റ്ററിംഗ് നടത്തുന്നതിന് 30 രൂപയും കിടപ്പ് രോഗികൾക്ക് വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതിന് 50 രൂപയുമാണ് സർവീസ് ചാർജ്. ഇത് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ തന്നെ നൽകേണ്ടതാണ്. പെൻഷൻ വാങ്ങുന്ന വ്യക്തി നേരിട്ട് അക്ഷയ കേന്ദ്രത്തിൽ പോകണം എന്ന് നിർബന്ധമാണോ? ആരെയെങ്കിലും രേഖകൾ സഹിതം അയച്ചാൽ മതിയോ? ധാരാളം പേരുടെ ഒരു സംശയമാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വ്യക്തി നേരിട്ട് അക്ഷയ കേന്ദ്രത്തിൽ ചെല്ലേണ്ടതുണ്ടോ, അതോ രേഖകൾ സഹിതം ആരെയെങ്കിലും അയച്ചാൽ മതിയോ? പെൻഷൻ വാങ്ങുന്ന വ്യക്തി നേരിട്ട് തന്നെ നിർബന്ധമായും അക്ഷയ കേന്ദ്രത്തിൽ പോകേണ്ടതാണ്. ഗുണഭോക്താവ് പെൻഷൻ വാങ്ങുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ച ആധാറിലുള്ള വിരലടയാളവും മസ്റ്ററിംഗ് നടത്തുന്ന സമയത്തെ വിരലടയാളവും ഒന്നായാൽ മാത്രമേ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ കഴിയുകയുള്ളൂ. മസ്റ്ററിംഗ് നടത്തുന്നതിന് എന്തെല്ലാം രേഖകളാണ് അക്ഷയ കേന്ദ്രത്തിൽ കൊണ്ടുപോകേണ്ടത്? മസ്റ്ററിംഗ് നടത്തുന്നതിന് ആധാർ കാർഡ് നിർബന്ധമായും അക്ഷയ കേന്ദ്രത്തിൽ കൊണ്ടുപോകേണ്ടതാണ്. കൂടാതെ പെൻഷൻ ID നമ്പർ കൂടി ഉണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമാണ്. മസ്റ്ററിംഗ് എന്നുവരെ ചെയ്യാൻ കഴിയും? നിലവിലെ സർക്കാർ ഉത്തരവ് പ്രകാരം 2024 ഓഗസ്റ്റ് 24 വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി മസ്റ്ററിംഗ് നടത്താവുന്നതാണ്. ഓഗസ്റ്റ് 24 ശേഷം സർക്കാർ തീയതി നീട്ടി നൽകുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ കഴിയുകയുള്ളൂ. കിടപ്പുരോഗം കാരണം അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ട് പോകാൻ പറ്റാത്തവർ എന്താണ് ചെയ്യേണ്ടത്? കിടപ്പ് രോഗം കാരണം അക്ഷയ കേന്ദ്രയിൽ നേരിട്ട് പോകാൻ കഴിയാത്തവർ അക്ഷയ കേന്ദ്രത്തിൽ അറിയിക്കുകയാണെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ നിന്നും
വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് നടത്തുന്നതാണ്. അത്തരക്കാർക്ക് 50 രൂപയാണ് സർവീസ് ചാർജായി അക്ഷയ കേന്ദ്രത്തിന് നൽകേണ്ടത്. ഇത് ഗുണഭോക്താക്കൾ തന്നെ നൽകേണ്ടതാണ്. അക്ഷയ കേന്ദ്രം വഴി അല്ലാതെ മറ്റു കേന്ദ്രങ്ങൾ വഴിയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോയോ മസ്റ്ററിംഗ് നടത്താൻ കഴിയുമോ? അക്ഷയ കേന്ദ്രം വഴി അല്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ പോയി മസ്റ്ററിംഗ് നടത്തുവാൻ കഴിയുകയില്ല. അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മാത്രമേ നിലവിൽ മസ്റ്ററിംഗ് നടത്തുവാൻ കഴിയുകയുള്ളൂ. ആധാർ കാർഡ് ഇല്ലാതെ പെൻഷൻ വാങ്ങുന്നവർ എന്താണ് ചെയ്യേണ്ടത്? ആധാർ കാർഡ് ഇല്ലാതെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസറിൽ നിന്നോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറിൽ നിന്നോ ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി പെൻഷൻ വാങ്ങുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതാണ്. വീടിനടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴി മാത്രമാണോ മസ്റ്ററിംഗ് നടത്താൻ കഴിയുന്നത്? വീടിനടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴി മാത്രമല്ല മസ്റ്ററിംഗ് നടത്തുവാൻ കഴിയുക. കേരളത്തിലെ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവിനും കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്ര വഴിയും മസ്റ്ററിംഗ് നടത്താവുന്നതാണ്. ക്ഷേമ പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടില്ല, എന്നാൽ പാസ്സായിട്ടുണ്ട് എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അറിയിച്ചിട്ടുണ്ട്. അത്തരക്കാർ മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ സെക്രട്ടറി ഡിജിറ്റൽ സൈൻ ചെയ്ത ആക്റ്റീവായിട്ടുള്ള എല്ലാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും തുടർന്ന് പെൻഷൻ ലഭിക്കുവാൻ മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. അതായത് 2023 ഡിസംബർ 31 വരെ പെൻഷൻ അംഗീകരിച്ച് കിട്ടിയ എല്ലാ ഗുണഭോക്താക്കളും തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ് ചെയ്തിരിക്കേണ്ടതാണ്. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നീ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിത ആയിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് കൂടാതെ മസ്റ്ററിംഗും നടത്തേണ്ടതുണ്ടോ? എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവരും നിർബന്ധമായും മസ്റ്ററിംഗ് നടത്തിയിരിക്കേണ്ടതാണ്. കൂടാതെ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്ന 60 വയസ്സിന് താഴെയുള്ളവർ മാത്രം പുനർവിവാഹിത ആയിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് കൂടി എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സമർപ്പിക്കേണ്ടതാണ്. 60 വയസ്സിന് മുകളിലുള്ളവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ടോ? 60 വയസ്സോ അതിന് മുകളിലോ ഉള്ളവർ പുനർവിവാഹിതയായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല. എന്നാൽ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. സഹകരണ ബാങ്കുകൾ വഴി വീട്ടിൽ നേരിട്ട് പെൻഷൻ കൈപ്പറ്റുന്നവരും മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ടോ? സഹകരണ ബാങ്കുകൾ വഴി നേരിട്ട് വീട്ടിൽ പെൻഷൻ കൈപ്പറ്റുന്നവരും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. അതായത് എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. മസ്റ്ററിംഗ് നടത്തി കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന രസീത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നൽകേണ്ടതുണ്ടോ? മസ്റ്ററിംഗ് നടത്തിക്കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രയിൽ നിന്ന് ലഭിക്കുന്ന രസീത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതില്ല. മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രയിൽ മാത്രമാണ്. അക്ഷയ കേന്ദ്രയിൽ മസ്റ്ററിംഗ് നടത്തിയാൽ ഈ വിവരം ഓൺലൈനായി തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ അപ്ഡേറ്റ് ആകുന്നതാണ്. പെൻഷൻ വാങ്ങുന്നവർ മാനുവലായി യാതൊന്നും നൽകേണ്ടതില്ല.
ആധാർ നമ്പർ ചേർത്തിട്ടുള്ള ഒരു ഗുണഭോക്താവിന് മസ്റ്ററിംഗ് പരാജയം ആവുകയാണെങ്കിൽ എന്താണ് അടുത്ത നടപടി? ആധാർ നമ്പർ ചേർത്തിട്ടുള്ള ഒരു പെൻഷൻ ഗുണഭോക്താവിന് മസ്റ്ററിംഗ് പരാജയമാവുകയാണെങ്കിൽ പ്രസ്തുത ഗുണഭോക്താവ് ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസറിൽ നിന്നോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറിൽ നിന്നോ ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി പെൻഷൻ വാങ്ങുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നൽകേണ്ടതാണ്. അക്ഷയ കേന്ദ്രയിൽ നിന്നും മസ്റ്ററിംഗ് പരാജയം, മസ്റ്ററിംഗ് ഫെയിൽഡ് ആയി എന്ന സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത ഗുണഭോക്താവിൻ്റെ ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും കൂട്ടിച്ചേർക്കുന്നതിനുള്ള സൗകര്യം സേവന പെൻഷൻ സോഫ്റ്റ്വെയറിൽ ഒരുക്കിയിട്ടുണ്ട്. അടുത്തതായി, പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പരാജയപ്പെടാനുള്ള കാരണങ്ങളും അവയുടെ പരിഹാരങ്ങളും. സേവന പെൻഷൻ സോഫ്റ്റ്വെയറിൽ ആധാർ നമ്പറിൽ വ്യത്യാസം ഉള്ളവരുണ്ടെങ്കിൽ അത്തരക്കാർ ആധാർ നമ്പറുമായി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ സ്ഥാപനത്തിൽ പോയി യഥാർത്ഥ ആധാർ നമ്പർ സേവന പെൻഷൻ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തിയ ശേഷം വീണ്ടും അക്ഷയ കേന്ദ്രയിൽ പോയി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. ആധാർ കാർഡ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ ചെയ്യേണ്ടത് അക്ഷയ കേന്ദ്രയിൽ പോയി ആധാർ സജീവമാക്കിയതിനു ശേഷം മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. ആധാർ നമ്പർ സേവന പെൻഷൻ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തവർ ആധാർ നമ്പർ പെൻഷൻ വാങ്ങുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോയി സേവന പെൻഷൻ സോഫ്റ്റ്വെയറിൽ നമ്പർ ഉൾപ്പെടുത്തിയ ശേഷം പെൻഷൻ ഗുണഭോക്താവ് അക്ഷയ കേന്ദ്രയിൽ പോയി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവിൻ്റെ ബയോമെട്രിക് വിവരങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ അക്ഷയ കേന്ദ്രയിൽ പോയി ആധാറിൽ ബയോമെട്രിക് വിവരങ്ങൾ കാലികമാക്കിയ ശേഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. ആധാർ ഒഴിവാക്കി നൽകിയവരാണെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്താൻ ശ്രമിക്കുന്ന അവസരത്തിൽ പ്രസ്തുത വ്യക്തിയുടെ ആധാർ പുതുതായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സേവന പെൻഷൻ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തിയ ശേഷം അക്ഷയ കേന്ദ്രയിൽ പോയി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളവർ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മറുപടി നൽകുന്നതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർ